ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും സിവിക്സിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2021 ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇതാണ് 75/2021. കോഡ് എ ആണ്. അപ്പോൾ ഈ ഒരു കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എ കോഡാകുമ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഏതാണ് വരുന്നത്. ഒരു 20 കഴിഞ്ഞിട്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും കൂടി വരുന്നത്. 20-30 മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. എന്തായിരുന്നു? വിച്ച് ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 19 ആസ് സൂൺ ആസ് എമർജൻസി ഇസ് ഡിക്ലെയർഡ്. അപ്പോൾ എന്തായിരുന്നു? എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? സസ്പെൻഷൻ നടക്കുന്നത്? ഏത് ആർട്ടിക്കിളിൻ്റെ? ആർട്ടിക്കിൾ 19 സസ്പെൻഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 352, ഓപ്ഷൻ ബി 356, 358, 359. ഏതാണ് വരുന്നത്? പറഞ്ഞു ആൻസർ. ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ആണ് വരുന്നത്. ആർട്ടിക്കിൾ 358 പ്രകാരമാണ് എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്ന ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 358. അപ്പോൾ 359 എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ആർട്ടിക്കിൾ 359 എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം, പക്ഷേ ആർട്ടിക്കിൾ 20-യും 21-ഉം സസ്പെൻഡ് ചെയ്യരുത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 359 പറയുന്നത്. ഇനി 356 എന്താണ് പറയുന്നത്? പ്രസിഡൻഷ്യൽ റൂളാണ്. പ്രസിഡൻഷ്യൽ റൂളാണ്. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണമാണ് 356 പറയുന്നത്. 352 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ്. ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി ആണ് 352 പറയുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. 22ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് is the concurrent list in the Constitution of India? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത്? ഓപ്ഷൻ എ പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, newspapers, books and printing presses, regulation of mines and mineral development, standard in institutions for higher education or research and scientific and technical institution. ഏതാണ് വരുന്നത്? ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്? നമുക്കറിയാം 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് വരുന്നത് അല്ലേ? 3 തരത്തിലുള്ള. ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് വരുന്നത്. രണ്ടാമത്തെ എന്തായിരുന്നു വരുന്നത്? യൂണിയൻ ലിസ്റ്റ് ആണ് വരുന്നത്. യൂണിയൻ ലിസ്റ്റ്. മൂന്നാമതാണ് എന്ത് വരുന്നത്? കൺകറന്റ് ലിസ്റ്റ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്തായിരുന്നു? കൺട്രോൾ ചെയ്യുന്ന, നിയമം നിർമ്മിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ. യൂണിയൻ നിയമം നിർമ്മിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് യൂണിയനിൽ. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് എന്തായിരുന്നു? കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റും യൂണിയനും ഒരുമിച്ച് നിയമം നിർമ്മിക്കാനുള്ള സബ്ജക്ട്സ് ഒക്കെ കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കൺകറന്റ് ലിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പറഞ്ഞോളൂ. ഏതാണ് കൺകറന്റ് ലിസ്റ്റ്? ഏതാണ് കൺകറന്റ് ലിസ്റ്റ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്. ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ് ആൻഡ് പ്രിന്റിംഗ് പ്രസ്സസ് ആണ് എന്ത് ലിസ്റ്റിൽ വരുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ. അപ്പോൾ പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഏതിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ അല്ലേ? ഏതിലായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ. ഇനി അടുത്ത റെഗുലേഷൻ ഓഫ് മൈൻസ് ആൻഡ് മിനറൽ ഡെവലപ്മെന്റ് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഇനി ഹയർ എഡ്യൂക്കേഷൻ ഓർ റിസർച്ച് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. വേറൊരു കാര്യം കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ്. ചോദിച്ചിരിക്കുന്നത് ഇവിടെ വെറും എഡ്യൂക്കേഷൻ അല്ല, ഹയർ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ എവിടെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. അത് ക്ലിയർ ആവുക കേട്ടോ. ഇനി അടുത്തത് അമെൻമെന്റ് ഓൺ സിറ്റിസൺഷിപ്പ്, അക്വസിഷൻ ആൻഡ് ടെർമിനേഷൻ റിക്വയർസ്. അതായത് നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരത്വം നമുക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് കിട്ടുകയോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അമെൻമെന്റിന് ഏത് മെജോറിറ്റി ആണ് പാർലമെന്റിൽ വേണ്ടതെന്നാണ് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ്, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ്, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്സ്, കോർട്ട് ഓർഡർ.
ഏതാണ് വേണ്ടത്? സിറ്റിസൺഷിപ്പിന്റെ അമെൻമെന്റിന്, അതായത് അക്വസിഷൻ ആയിക്കോട്ടെ ടെർമിനേഷൻ ആയിക്കോട്ടെ, അതിന് ഏത് പാർലമെന്റിന്റെ ഏത് മെജോറിറ്റി ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കോർട്ട് ഓർഡർ ആണോ വേണ്ടത്? ഏതാണ്? അമെൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അതുപോലെ ഏത് മിനിസ്ട്രി ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഇനി സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ട് ഏതാണ് ചോദിച്ചാൽ അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പാർട്ട് ഏതാണ്? പാർട്ട് 2 ആണ് സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാർട്ട് 2 ആണ് കേട്ടോ. യെസ്, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് എ സിമ്പിൾ മെജോറിറ്റി. പാർലമെന്റിലെ ഒരു സിമ്പിൾ മെജോറിറ്റി നമുക്ക് മതിയാവുന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. Directive principle of state policy in Indian constitution resembles the instrument of instruction enumerated in Government of India Act 1909, Government of India Act 1919, Government of India Act 1935, Government of India Act 1947. ഏതാണ് വരുന്നത്? Directive principle of state policy in Indian constitution resembles the instrument of instruction enumerated in ഏതാണ് വരുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1947. ഏതാണ്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർഗ്യുമെന്റ്സ് ഇസ് നോട്ട് കറക്റ്റ്? എന്തായിരുന്നു നോട്ട് കറക്റ്റ് അബൌട്ട് അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ, ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ എ സ്പെഷ്യൽ ബോഡി ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഫോർ അമെൻഡിങ്. അതായത് എന്താ പറയുന്നത്? അവിടെ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷനോ ഒന്നും അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ബോഡി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് a power to initiate an amendment to constitution lies with the parliament except in one case, that is creation and abolition of legislative council in state. അപ്പൊ എന്താ പറയുന്നത് രണ്ടാമത്തത്? അതായത് അമെൻമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള ആ ഒരു അമെൻമെന്റ് ആദ്യം തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? പാർലമെന്റിലാണുള്ളത്. പക്ഷെ ഒരു കേസിൽ ഇതിൽ എക്സെപ്ഷൻ ഉണ്ട്. എന്തായിരുന്നു? നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അബോളിഷനും ക്രിയേഷനും. മൂന്നാമത് പറയുന്നത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ദി ടൈം ഫ്രെയിം വിത്തിൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഷുഡ് റാക്ടിഫൈ ഓർ റിജക്ട് ആൻ അമെൻമെന്റ് സബ്മിറ്റഡ് ടു ദം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സ്റ്റേറ്റിന് ഇത്ര സമയപരിധി ഒന്നും കൊടുത്തിട്ടില്ല. ഒരു അമെൻമെന്റ് സ്റ്റേറ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് പാസ്സാക്കാൻ അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യാൻ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, അങ്ങനെ സമയപരിധി ഇല്ല. ലാസ്റ്റ് പറയുന്നത് എന്തായിരുന്നു? ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ഹോൾഡിംഗ് എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ഇൻ if there is a deadlock over the passage of a constitutional amendment bill. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? സാധാരണ രീതിയിൽ ഒരു ബില്ല് ടൈ ആയി കഴിഞ്ഞാൽ അത് ഡെഡ് ലോക്ക് എന്നാണ് പറയുന്നത്. രണ്ടുപേരും 50-50 ആയി എന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും ഒരു സ്ഥലത്ത് മെജോറിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ രണ്ടുപേരും തർക്കിച്ച ഒരു ബില്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമേ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ, രാജ്യസഭയും ലോക്സഭയും ഒരു ബില്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയില്ല എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ജോയിന്റ് സിറ്റിംഗ് ഉണ്ടാവും. അതേപോലെ ഒരു ജോയിന്റ് സിറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിലും ഉണ്ട് എന്നാണ് ഡി പറയുന്നത്. ഇതിലേതാണ് ശരി? ശരിയല്ല, ഏതാണ് തെറ്റ്? ഇതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിന്റെ ജോയിന്റ് സിറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ജോയിന്റ് സിറ്റിംഗ് ഇല്ല, അതാണ് തെറ്റായത്. കാരണം സാധാരണ ഒരു ബില്ലാകുമ്പോൾ ജോയിന്റ് സിറ്റിംഗ് ഉണ്ട്. സാധാരണ രീതിയിൽ പ്രസിഡന്റ് ജോയിന്റ് സിറ്റിംഗിന് വിളിക്കുകയും പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് സ്പീക്കർ ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് 2 സഭകളും നിർബന്ധമായും പാസ്സാക്കണം. അങ്ങനെ ആക്കിയില്ലെങ്കിൽ ആ ബില്ലില്ല, അതവിടെ നിർത്തി. അല്ലാതെ സംസാരിച്ച് പരിഹരിക്കാനുള്ള ജോയിന്റ് സിറ്റിംഗ് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്.
ഇനി അടുത്തത് ദി കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ഡിറ്റർമിൻഡ് ബൈ. അപ്പോൾ സിവിൽ സർവീസിന്റെ അല്ലെ ഓൾ ഇന്ത്യ സർവീസസിന്റെ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ സർവീസസിന്റെ കണ്ടീഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, പാർലമെന്റ് ആണോ, UPSC ആണോ? ആരാണ്? ആൻസർ നോക്കാം. ഏതായിരുന്നു വരുന്നത്? പാർലമെന്റ് ആണ്. എന്തായിരുന്നു? സർവീസ് കണ്ടീഷൻസ് ആണ്. ആ മെമ്പേഴ്സിന്റെ സർവീസ് കണ്ടീഷൻസ് പാർലമെന്റ് ആണ്. ഇനി അവരുടെ അപ്പോയിന്റ് ചെയ്യുന്നതും ടെർമിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? അത് പ്രസിഡന്റ് ആണ്. UPSC ആണ് എക്സാം നടത്തുന്നത്, റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇനി അടുത്തത് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ടു സിവിൽ സർവൻസ് ആർ എൻഷ്യൂർഡ് ബൈ. സിവിൽ സർവൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ഉണ്ട്, ഭരണപരമായ സുരക്ഷയുണ്ട്. അത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 310, 311, 312, 315 ഏതാണ്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ആർട്ടിക്കിൾ 311 ആണ്. പിന്നെ PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 315. PSC UPSC ഒക്കെ ആർട്ടിക്കിൾ 315 വരുന്നത് കേട്ടോ. ഇനി അടുത്തത് അണ്ടർ RTI Act 2005 the information is provided to the applicant free of cost. അപ്പോൾ താഴെ പറയുന്നതിൽ ആപ്ലിക്കൻറ്റിന് നമുക്കറിയാം എത്ര രൂപയാണ് ഫീസ് വരുന്നത്? 10 രൂപ ഫീസ് വരുന്നുണ്ട് അല്ലേ? ഈ 10 രൂപ ഫീസ് ഒഴിവാക്കാൻ എങ്ങനെ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇഫ് ദ അപ്ലിക്കൻറ്റ് ഇസ് എ BPL പേഴ്സൺ, അപ്ലിക്കൻറ്റ് BPL പേഴ്സൺ ആയി കഴിഞ്ഞാൽ. രണ്ടാമത് പറയുന്നുണ്ടായിരുന്നു where a public authority fails to provide information within 30 days of application. നമ്മളൊരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇൻഫർമേഷൻ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. where a public authority fails to provide information within 45 days of application. 45 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കിട്ടിയില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. where a public authority provide incorrect information to the applicant. Public authority incorrect information ആണ് ആപ്ലിക്കന്റിന് കൊടുത്തെങ്കിൽ 10 രൂപ വേണ്ട. ഓപ്ഷൻ A only 1 and 2, ഓപ്ഷൻ B only 1 and 3, ഓപ്ഷൻ C only 1, ഓപ്ഷൻ D only 4. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ A ആണ് വരുന്നത്. BPL ആണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ, ഇത് ശരിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തെറ്റാം. 30 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എഗെയിൻ 45 ദിവസം എന്നുള്ളത് ഒട്ടും ലോജിക്കൽ ഇല്ലാത്ത ഒന്നാണ്. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കൺസ്യൂമർ റൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർ റൈറ്റ് അല്ലാത്തത് ഏതൊക്കെയാണ്? റൈറ്റ് ടു ചോയ്സ്, right to consumer education, right to bargain, right to hear or right to representation. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. റൈറ്റ് ടു ബാർഗെയിൻ ആണ്. ബാർഗെയിൻ ചെയ്യേണ്ട റൈറ്റൊന്നും നമുക്കില്ല. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? നെയ്തർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? എന്താണ്? ആൻസർ നോക്കാം. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവുന്നത്? 1993 ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത് അല്ലേ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1993 വരുന്നത്, ഡിസംബർ 10 വരുന്നത്. ഡിസംബർ 10 എന്തായിരുന്നു? ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സിവിക്സിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 2021 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചേട്ടോ. വീണ്ടും അടുത്തൊരു ചോദ്യപേപ്പറായിട്ട് അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.